ാകട്ടെ ഈ വിശുദ്ധ പകൽക്കാലം നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ തക്കോണം കർത്താവ് നമുക്ക് നൽകിയ വലിയ ഭാഗ്യത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇവിടെയായിരിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അടിയന്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും ഒരിക്കൽ കൂടെ അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. കർത്താവിന്റെ കൃപയുടെ മറവിൽ കർത്താവ് നമ്മളെ പൊതിയുമാറാകട്ടെ. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വചനഭാഗത്തിലേക്ക് നമുക്ക് വരാം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആമേൻ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം വായിച്ചാട്ടെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്താ കണ്ടത്? അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയന്മാരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും എന്ത് ചെയ്യണം? ചെയ്യണം. ഇതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്ത് ചെയ്തേ? പഠിച്ചേ. എന്നിട്ട് നമ്മൾ ഇത് വീട്ടിൽ പോയിട്ട് എത്ര പേര് വായിച്ചു? അത് കേൾക്കട്ടെ. ഈ ഭാഗം എത്ര പേര് വീട്ടിൽ പോയിട്ട് വായിച്ചു? അല്ലേ? ഭൂരിഭാഗം പേരും വായിച്ചിട്ടില്ല. പക്ഷെ ഇത് വായിക്കണം. ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ അല്ലേ, ഒരു ആടിനെ അഴിച്ചു വിട്ട് എന്ത് ചെയ്യും? ആടിനെ കാണാത്തൊരാരും ഇല്ലല്ലോ ഇവിടെ? ഇല്ല. ഇപ്പൊ ഒരു ആടിനെ ഇവിടുന്ന് അഴിച്ചു വിട്ട് ആടെന്താ ചെയ്യാ? പറഞ്ഞോട്ടെ. അതും ഇതുപോലെ എല്ലാ ഇലയും എന്ത് ചെയ്യും? പല ഇലകളും ഇങ്ങനെ ഓടി നടന്ന് എന്ത് ചെയ്യും? കടിച്ചു തിന്നു അല്ലെ? അങ്ങനെ കടിച്ച് സ്പീഡിലെല്ലാം കടിച്ചു തിന്ന് വയറ് നിറഞ്ഞിട്ട് എന്ത് ചെയ്യും? വന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം അതിന് കൊടുത്തിട്ട് അതെന്ത് ചെയ്യും? ഒരു സ്ഥലത്ത് കിടക്കും. ആ ഒരു സ്ഥലത്ത് കിടന്നിട്ട് എന്ത് ചെയ്യും? അതെന്താ ചെയ്യാ? പറഞ്ഞോട്ടെ. അയവറക്കും. അയവറക്കെന്ന് പറഞ്ഞാൽ എന്താണ്? ആ കഴിച്ച ഫുഡിനെ ആ ഇല എന്ത് ചെയ്യും? തിരിച്ചെടുത്തിട്ട് ചവച്ചരച്ചിട്ട് എന്ത് ചെയ്യും? അത് വീണ്ടും ഉള്ളിലേക്ക് ആക്കും. അപ്പൊ അങ്ങനെ ഉള്ളിലേക്ക് ആക്കുമ്പോ എന്ത് ചെയ്യും? ഈ കഴിച്ച ഭക്ഷണം എന്ത് ചെയ്യും? അതിന്റെ ശരീരത്തിൽ പിടിക്കും. അപ്പൊ ഇത് അയവറക്കിലേക്ക് എന്ത് സംഭവിക്കും? പറഞ്ഞാട്ടെ. ആദ്യം കഴിച്ച പാടെയാണ് ഈ ഇല വയറ്റി കിടക്കുന്നതിന് എന്ത് സംഭവിക്കും? ദഹനക്കേട് വരും അല്ലെ? ലൂസ് മോഷൻ എന്തെങ്കിലും ഉണ്ടാവും. അപ്പൊ ആ കഴിച്ച ഫുഡ് എന്ത് ചെയ്യില്ല? ആ ആടിന്റെ ശരീരത്തിൽ എന്ത് ചെയ്യില്ല? പിടിക്കില്ല. ഇത് ഞാൻ എന്തിനാ പറഞ്ഞറിയാമോ? നമ്മളൊക്കെ കർത്താവിന്റെ ആടുകളാ. കർത്താവ് ഇടയനാകുമ്പോ നമ്മള് ആടുകളാണ്. ഈ പാസ്റ്റർമാർ ഇടയനാകുമ്പോ വിശ്വാസികളൊക്കെ എന്താണ്? ആടുകളാണ്. അപ്പൊ ഇടയൻ തരുന്ന ഭക്ഷണം എന്ത് ചെയ്യണം? പറഞ്ഞാട്ടെ. ഇപ്പൊ ഞാൻ ഇവിടുന്ന് എന്ത് ചെയ്യാണ്? ഈ ഭക്ഷണം ഇവിടുന്ന് വിളമ്പുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ആട് കടിച്ചെടുക്കുന്ന പോലെ പെട്ടെന്ന് എന്ത് ചെയ്യണം? ഇതിനെ നിങ്ങൾ സ്വീകരിക്കണം. എന്നിട്ട് വീട്ടിൽ പോയിട്ട് പോത്തുപോലെ കിടന്നുറങ്ങുകയല്ലേ ചെയ്യുന്നത്? എന്ത് ചെയ്യണം? പറഞ്ഞാട്ടെ. ഈ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യണം? വീണ്ടും ഓർമ്മയില്ലാത്തൊരു എഴുതിയെടുത്തവരുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യണം? ഈ വാക്യങ്ങൾ എടുത്തു വെച്ച് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഈ വാക്യത്തെ വായിച്ച് ധ്യാനിക്കണം. ഇതാണ് സങ്കീർത്തന പുസ്തകത്തിൽ എഴുതിയേക്കണേ. 1-ാം അധ്യായം 2-ാം വാക്യം വായിച്ച്. സങ്കീർത്തന പുസ്തകങ്ങൾ 1:2. കണ്ട, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പൊ എങ്ങനെയാ? ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കണമെന്ന് അല്ലേ? ഇന്ന് പലരും രാത്രിയൊക്കെ വേറെ പലതൊക്കെ ധ്യാനിച്ചുകൊണ്ടേ കിടക്കണത്. പക്ഷെ നമ്മൾ എന്താ ധ്യാനിക്കേണ്ടത്? പറഞ്ഞാട്ടെ. ഇന്ന് പലരും ഇന്നലെ ഒരാൾ ഇങ്ങനെ മെസ്സേജ് എന്നോട് പറഞ്ഞു, പക്ഷെ രാത്രി ഞാനിങ്ങനെ വലിയ തീ കത്തണതും ഇറാനെ കുറിച്ചൊക്കെ തോന്നുന്നു. എന്നിട്ട് പുള്ളിക്കാരി തന്നെ പറയാ, ഞാനേ അതുവരെ ഇറാനായിട്ടുള്ള യുദ്ധം കണ്ടിട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് ഇറാനെ കുറിച്ചുള്ള യുദ്ധം കാണുന്നുണ്ട്, പിന്നെ തീയും വെടിയും പുകയിലായിട്ട് പിന്നെ എന്താ കാണുക? എന്നിട്ട് ഭാഷ ഇതിന്റെ അർത്ഥം എന്നോട് എന്താന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോ, അയ്യോ ഞാൻ ഇറാനെ കുറിച്ചുള്ള
അവിടുത്തെ യുദ്ധമൊക്കെ കണ്ടിട്ടാ ഞാൻ കണ്ടത്. പിന്നെ ഇത് കാണാതിരിക്കൂ? നമ്മൾ ഈ ചപ്പും ചവറൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതേ കാണുള്ളൂ ദർശനം. നമ്മൾ എന്താണ് ധ്യാനിച്ച് കിടക്കുന്നതെങ്കിൽ അല്ലേ, ഈ പിള്ളേരൊക്കെ ചപ്പും ചവറുള്ള ഈ കൊമ്പും കുളമ്പും ഉള്ളതൊക്കെ കണ്ടിട്ട് കിടന്നു കഴിഞ്ഞാൽ രാത്രി ഇതൊക്കെ ദർശനം കാണുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വചനം ധ്യാനിച്ച് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ദൈവിക ദർശനങ്ങൾ നമ്മൾ കാണും. ഞാൻ പറയുന്നുണ്ടോ? നമ്മൾ എന്താണ് ധ്യാനിച്ച് കിടക്കേണ്ടത്? യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ആമേൻ. അപ്പൊ ഇന്നോട്ട് എന്ത് ചെയ്യണം? കഴിയുമെങ്കിൽ കിടക്കാൻ നേരത്തെ എന്ത് ചെയ്യണം? ഒരു ദൈവത്തിന്റെ വചനം എടുത്തിട്ട് വായിച്ച് കിടക്കുക. പ്രാർത്ഥിച്ചിട്ട് കിടന്നാൽ നല്ല നല്ല സ്വപ്നങ്ങൾ എന്ത് ചെയ്യും? ദൈവം തരും. കുഞ്ഞുങ്ങൾ കേട്ടല്ലോ, നല്ല നല്ല സ്വപ്നങ്ങളും അല്ലെങ്കിൽ പേക്കിനാവും കാളെ ഓടിക്കണതും പോത്ത് കുത്താൻ വരണതും അല്ലെ പഴുതാറ കഴിക്കണതൊക്കെ കാണും. ചെറിയ മോള് ചിരിക്കണ്ടല്ലോ. ഞാൻ പറഞ്ഞോ? അപ്പൊ എന്ത് ചെയ്യണം? എന്നിട്ട് പ്രാർത്ഥിച്ച് യേശപ്പിച്ച നല്ല ദർശനങ്ങളെ എന്നെ കാണിച്ചു തരണേന്ന് എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചിട്ട് എന്ത് ചെയ്യണം? കിടന്നുറങ്ങണം. കാരണം അന്ത്യകാലത്തിന്റെ ഒരു ലക്ഷണമായിട്ടാണ് പറഞ്ഞത്. അന്ത്യകാലത്ത് ഞാൻ സകല ഇടത്തുമേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ വൃദ്ധന്മാർ ദർശനങ്ങൾ ദർശിക്കും. അല്ലെ, നമ്മുടെ കുഞ്ഞുങ്ങൾ ആ നാളുകളിൽ ദാസന്മാരുടെ മേലും ദാസന്മാരുടെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രവചിക്കും. ആമേൻ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അല്ലെ, ഫിലിപ്പോസിനെ കുറിച്ച് സുവിശേഷകനായ ഫിലിപ്പോസിനെ കുറിച്ച് വന്നിട്ട് പറഞ്ഞ 4 പ്രവചിക്കുന്നവരായ പെൺമക്കൾ ഫിലിപ്പോസിനുണ്ടായിരുന്നു. കണ്ടോ? അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നീ പ്രവചിക്കും. അപ്പൊ ഈ നാളുകൾ നമുക്ക് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം. ആദിമ സഭയിലെ പോലെ എന്ത് ചെയ്യണം? നമ്മൾ സഭയായി തീരണം. അതുകൊണ്ടാണ് നമ്മൾ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്നത്. ആദിമസഭകൾ ഉപദേശമായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അവർ നിരന്തരം എന്ത് ചെയ്തു? ദേവാലയത്തിൽ കടന്നു വന്നിരുന്നു. പൗലോസ് പ്രസംഗം എപ്പോലെ നീട്ടിയുന്ന? ആദ്യം വരെ നീട്ടിയുന്ന. ഇവിടെ 1 മണിക്കൂർ ആകുമ്പോഴേക്കൊന്ന് നിർത്തി കിട്ടിയാൽ മതി എന്നാണ് അല്ലേ ഞാൻ പറഞ്ഞതുകൊണ്ടോ? അപ്പൊ അന്ന് ദൈവവചനത്തിനാണ് അവർ പ്രാധാന്യം കൊടുത്തത്. അവർ എന്നും ദേവാലയത്തിൽ കടന്നു വന്നു. അപ്പൊ എന്നും അവർക്ക് ഈ വചനമാകുന്ന ഫുഡ് കിട്ടിയിരുന്നു. ഞാൻ ഒന്നാമത് ഈ വീഡിയോ ഒരാളും ഒരു കാര്യം, മെയിൻ കാര്യം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ എന്നും ഈ വീഡിയോ കാണാം. നമ്മുടെ ഗ്രൂപ്പിൽ ഈ വീഡിയോ ഇടുന്നുണ്ട്. ആമേൻ. എന്നും ഡെയിലി നമുക്കുള്ള ഫുഡാണ് ഈ ഇട്ടിരിക്കുന്നത്. ഞാൻ പറയാനല്ലോ, നമ്മുടെ ആത്മീക മനുഷ്യന് വേണ്ടതായ ഫുഡാണ് മായമില്ലാത്ത ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. അപ്പൊ ഇത് എല്ലാ ദിവസവും നമ്മൾ ഭക്ഷിക്കണം. ഞാൻ പല കാര്യം പറഞ്ഞോ. അപ്പൊ ഒന്നാമത് മെയിൻ ഉദ്ദേശം എന്താ പറയാമോ? നമ്മളെല്ലാവരും എന്നും എന്ത് ചെയ്യണം? ഈ ദൈവവചനം കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം. നമുക്കിപ്പോ സഭയിൽ വന്ന 1-2 മീറ്റിംഗ് ആഴ്ചയിൽ നമുക്ക്. ഞാൻ പറഞ്ഞോ, ഞായറാഴ്ചയാണ് എല്ലാവരും എത്തുള്ളൂ. അപ്പൊ ബാക്കി എല്ലാ ദിവസങ്ങളും എന്ത് ചെയ്യണം? നമ്മുടെ ചാനലിൽ ഇരുന്ന നമ്മുടെ ഗ്രൂപ്പിലേക്ക് എന്ത് ചെയ്യും? അതിന്റെ ലിങ്ക് ഇടുന്നുണ്ട്. അപ്പൊ അത് എന്ത് ചെയ്യണം? എല്ലാവരും ഒരു 15-20 മിനിറ്റത്തെ ഒരു വീഡിയോ, 3 മിനിറ്റത്തെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇടുന്നത്. അപ്പൊ ഇത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് കാണുകയും ആ വചനം എന്ത് ചെയ്യണം? ബൈബിൾ എടുത്ത് വെച്ച് വായിച്ചിട്ട് എന്ത് ചെയ്യണം? അത് ധ്യാനിക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെ ആത്മീയ മനുഷ്യൻ പുഷ്ടി പ്രാപിപ്പാനിടയാകും. നമ്മൾ ആരോഗ്യമുള്ളവരായിത്തീരും. നമ്മൾ ബലമുള്ളവരായിത്തീരും. ഞാൻ പറഞ്ഞ സാധനമുണ്ടോ? അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. ഓക്കെ. അപ്പൊ ഇവിടെ ചില കാര്യങ്ങൾ പറയാണ്. നമ്മൾ വായിച്ചില്ലേ? ചില കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു. അത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം മുതൽ നമ്മൾ പഠിച്ചു. എന്താ പഠിച്ചേ? ആരോടാണ് ഇത് പറയുന്നത്? 3-ന്റെ 1 ആരെ കുറിച്ച്, ആരോടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്? ആകിയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, അല്ലെ? ആരാണ് ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ്? നമ്മൾ പഠിച്ചു. പറയാതെ സ്നാനപ്പെട്ടവർ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരാണ്. ആ വാക്യം ഓർമ്മയുണ്ടോ? 2-12 ഉറക്കെ വായിച്ച്. 2-12 വായിക്കും. ഇവിടെ വായിക്കും. സ്നാനത്തിൽ നിങ്ങൾ വായിച്ചോ? അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്താൽ നിങ്ങളും അവനോടുകൂടെ. കണ്ടോ? അപ്പൊ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരോടാണ് പറയുന്നത് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്. അപ്പൊ അവരോടാണ് ഈ താഴ്ത്ത ഭാഗങ്ങൾ മൊത്തം പറയുന്നത്. അപ്പൊ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ടവര് ഇത് കേൾക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് പ്രസംഗിക്കപ്പെടണ്ടേ?
പ്രസംഗിച്ചാലേ ഇത് കേൾക്കാൻ പറ്റുള്ളൂ, കേട്ടാലേ നിങ്ങൾക്ക് അനുസരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ദൈവസഭകളിൽ ഈ ലേഖനം പഠിപ്പിക്കണമെന്ന് അമ്മയെ പറയുന്നതിന്റെ കാരണം. ഇന്ന് പല സഭകളിൽ എന്ത് പഠിപ്പിക്കുന്നില്ല? ലേഖനങ്ങൾ പഠിപ്പിക്കുന്നില്ല. സങ്കീർത്തനം മാത്രം വായിച്ച് ആശ്വാസവാക്കും വിടുതലിന്റെ വചനവും പറഞ്ഞു പോവുക. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? വിശ്വാസികൾക്ക് വളർച്ചയില്ല. അവർ ആത്മീയ ക്ഷീണമുള്ളവരായി ലോകത്തിന്റെ ഇമ്പങ്ങളിലേക്കും മോഹത്തിലേക്കും അവർ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ കാര്യമെന്നാണ്? ആത്മീകമായി വളർച്ചയില്ലാത്തവരായി, സ്വർഗീയമായ കാര്യങ്ങളെക്കുറിച്ച് വെളിപ്പാട് ലഭിക്കാത്തവരായി, സ്വർഗീയ ദർശനം പ്രാപിക്കാത്തവരായി, ശുദ്ധീകരണം പ്രാപിക്കാത്തവരായി, ദൈവഭയമില്ലാത്തവരായി അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. അതുകൊണ്ട് നമ്മൾ ഇന്ന് ആളുകൾ എന്ത് ചെയ്യണം? ദൈവവചനം പഠിക്കണം. അപ്പൊ അവരോടാണ് എന്ത് പറഞ്ഞത്? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരോട് എന്ത് പറഞ്ഞു? നമ്മൾ ചിന്തിച്ചു. ഒന്ന്, ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിൽ അന്വേഷിക്കണം. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിൽ തന്നെ ചിന്തിക്കും. ഇതാണ് ഫസ്റ്റ് സ്നാനപ്പെട്ടവരോട് പറഞ്ഞത്. എന്ത് ചെയ്യണം? നമ്മൾ ഉയരത്തിൽ തന്നെ എന്ത് ചെയ്യണം? ചിന്തിക്കണം. ഉയരത്തിൽ തന്നെ എന്ത് ചെയ്യണം? അന്വേഷിക്കണം. ഓക്കെ, അത് നമ്മൾ പഠിച്ചു. എന്നിട്ട് അതിന്റെ അഞ്ചാം വാക്യം വായിച്ചേ. അടുത്ത കാര്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. കണ്ടോ, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. കണ്ടോ, എന്തെല്ലാം കാര്യങ്ങളാ? ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. അപ്പൊ അത്യാഗ്രഹത്തെ കുറിച്ച് വിഗ്രഹാരാധനയാണെന്നാ പറയുന്നത്. എനിക്കറിയാവുന്നൊരു പാസ്റ്ററുണ്ട്. അദ്ദേഹത്തിന് ഒരു വണ്ടി ഓൾറെഡി ഉണ്ട്. എന്നിട്ട് പിന്നെയും വേറൊരു വണ്ടി കൂടെ മേടിച്ചിട്ടേക്കുക. ഇനിയും ഒരു വണ്ടി കൂടെ മേടിക്കണമെന്ന് പറഞ്ഞു നടക്കണം. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതൊക്കെ അത്യാഗ്രഹം. നമുക്ക് പോകാൻ ഒരു വണ്ടി ഉണ്ട്, പോരെ? ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യം അതാ, അല്ലേ? ഒരു 10-15 കട്ടില് വീട്ടിലുണ്ടെങ്കിലും ഒരു കട്ടിലല്ലേ കിടക്കാൻ പറ്റുള്ളൂ, അല്ലേ? 500 പേർക്കുള്ള ഭക്ഷണം കൊണ്ടു തന്നാലേ നമുക്ക് വയറിറങ്ങാനല്ലേ കഴിക്കാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആവശ്യത്തിനല്ലേ നല്ല വാഹനം വേണം, നല്ലൊരു വീട് വേണം, എല്ലാം നല്ലതാ. പക്ഷെ നമ്മൾ അത്യാഗ്രഹം നമ്മുടെ ജീവിതത്തിൽ പാടില്ല. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് അനേകരെ ഈ ദൈവീയാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലകാരണമാണ്. അത് ചിലർ കാക്ഷിച്ചിട്ട് എന്ത് ചെയ്തു? പറഞ്ഞാട്ടെ, എങ്ങനെ എടുത്തേ? 1 ദിവസം ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം. 1 ദിവസം 6:10. ദിവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലകാരണമല്ലോ. ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് കണ്ടോ ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നു. കണ്ടോ? ഇന്നാളെ എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞതാ, ആരെ കൊന്നിട്ടാണെങ്കിലും എനിക്ക് പണം ഉണ്ടാക്കണം. ആരെ കൊന്നിട്ടാണെങ്കിലും, അല്ലേ? ഇന്ന് മിക്ക കൊലപാതകങ്ങളുടെ പുറകില് ആമേൻ ഈ ദ്രവ്യത്തിന്റെ ആഗ്രഹങ്ങളാണ് ആമയെ കണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞത് കണ്ടോ? അപ്പൊ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യണം? തൃപ്തിപ്പെടുകയും ഞാൻ നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. ഇവിടെ ശ്രദ്ധിക്കണം. വേറെ എവിടേക്ക് ആരെയും ചിന്ത പോകണ്ട, ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കുള്ള കാര്യം പറയുന്നത്. ആമേൻ. ഞാൻ പറയുന്ന 7-ാം വാക്യം വായിച്ച്. 7-ാം വാക്യം. 7-ാം വാക്യം 1 Corinthians 6:7. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. കണ്ട, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല. കണ്ട, ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെപ്പീ. കണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ സമാധാനം എന്ത് ചെയ്യില്ല? പോകില്ല. ഈ ദ്രവ്യാഗ്രഹത്തിന്റെ ആഗ്രഹം വർദ്ധിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? നമ്മുടെ സ്വസ്ഥത പോകുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ?
കാരണം ഇന്ന് മനുഷ്യന്റെ സമാധാനം മൊത്തം കളയുന്നത് ഈ ലോകത്തിലെ കാര്യത്തിന് വേണ്ടി ഓടി അതിനുവേണ്ടി നമ്മൾ ഒരുപാട് നമ്മളെന്താണ് അതിനുവേണ്ടി മാത്രം ഇങ്ങനെ ചാവുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് ഈ പ്രശ്നങ്ങൾ മൊത്തം ഇടലെടുക്കുന്നത്, നമ്മുടെ സമാധാനം പോകുന്നത്. ആമേൻ. ഞാൻ പറഞ്ഞു തരാൻ തോന്നുന്നുണ്ടോ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ കർത്താവിന്റെ ഹിതത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് വേണ്ടതായ ഈ ഭൂമിയിൽ വേണ്ടതായ കാര്യമൊക്കെ കർത്താവ് തരും. മുൻപ് അവന്റെ രാജ്യം നീതി അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും കർത്താവ് തരാമെന്ന് അരുളി ചെയ്തില്ലേ? എന്നാളൊരു ദേവാസൻ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ എപ്പോഴും ഒരു 5000 രൂപ പുള്ളിക്ക് വേണം, അല്ലെങ്കിൽ പുള്ളിക്ക് ഭയങ്കര സമാധാനം കേട്ടാ. ആവശ്യം ഉണ്ടായാലും ഇല്ലെങ്കിലും ഈ 5000 രൂപ എന്ത് ചെയ്യാൻ പറ്റില്ല, കുറയാൻ പാടില്ല. ഇപ്പത്തെ കാര്യമല്ല, 20 വർഷം മുമ്പുള്ള കാര്യം ഞാൻ പറഞ്ഞത്. 20 വർഷം മുമ്പ് എപ്പോഴും പുള്ളിയുടെ കയ്യിൽ എത്ര വേണം? പുള്ളിക്ക് 5000 രൂപ പോക്കറ്റിൽ ഉണ്ടെങ്കിലേ സമാധാനം ഉള്ളൂ. ഒരാവശ്യമില്ലായിരിക്കും, പക്ഷെ ഈ 5000 നിന്ന് കുറഞ്ഞു പോയ പുള്ളിയുടെ സമാധാനം പോവും. ആമേൻ. അപ്പൊ പിന്നെ നമുക്ക് എവിടെ ദൈവത്തിൽ ആശ്രയം വെക്കാൻ പറ്റും? നമുക്ക് പിന്നെ ദൈവത്തിന്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ ബഹുസമ്പന്നന്മാരാണ്, പിന്നെ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ഇപ്പൊ അംബാനിയൊക്കെ എന്തിനു വേണ്ടി രക്ഷിക്കപ്പെട്ടു വന്നു? പുള്ളിക്ക് ഇനി നമ്മള് ദൈവം സമ്പത്ത് കൊടുക്കേണ്ട കാര്യമുണ്ടോ? പുള്ളിക്ക് പിന്നെ എന്തിനാ പണത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. എപ്പോഴും ഒരു മീഡിയം ലെവലിൽ പോയ ഏറ്റവും നല്ലത്. ഞാൻ പറയുന്നുണ്ടോ? ഒരു മീഡിയം ലെവലിക്ക് പോയാൽ നമ്മുടെ ആശ്രയം എപ്പോഴും എവിടെ ഉണ്ടാവും? ദൈവത്തിങ്കലുണ്ടാകും. ചില സന്ദർഭങ്ങളൊക്കെ ദൈവം അനുവദിക്കും, കാരണം നമ്മൾ ദൈവത്തിങ്കിലേക്ക് കൂടുതൽ ആശ്രയിക്കാൻ വേണ്ടിയിട്ടാ. ഇല്ലായ്മയുടെ അനുഭവത്തിലല്ലേ നമ്മൾ കരയുള്ളൂ, പ്രാർത്ഥിക്കുകയുള്ളൂ. നമുക്ക് നല്ല ആരോഗ്യമുണ്ട്, നല്ല ബലമുണ്ട്, സമ്പത്തുണ്ട്, നല്ല വാഹനമുണ്ട്, നല്ല വലിയ വീടുണ്ട്, ഇഷ്ടംപോലെ സുഹൃത്തുക്കളുണ്ട്. ഇനിയിപ്പോ എന്തിനിപ്പോ ദൈവത്തിനെ വിളിക്കേണ്ട കാര്യം എന്താ? ഞാൻ പറഞ്ഞ ദിവസമുണ്ടോ? അപ്പൊ ഉണ്ണാനും എടുപ്പാനും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മതി എന്ന് വെപ്പിക്കണം. ഓക്കെ, ഇങ്ങോട്ട് വരിക. അപ്പൊ ഇവിടെ പറയാണ് എന്ത്? വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. അപ്പൊ അത്യാഗ്രഹം ഉണ്ടെങ്കിൽ എന്താണ്? നമുക്ക് അത് വിഗ്രഹാരാധനയ്ക്ക് തുല്യമാണെന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ആത്മീയബോധത്തിൽ ഒരുപാട് വിഗ്രഹാരാധനയുണ്ട്. ഞാൻ പല കാര്യം മനസ്സിലാവുന്നുണ്ടോ? കാരണം വീണ്ടും വീണ്ടും സമ്പാദിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുക. 3, 4, 5, 8 തലമുറകൾ സമ്പാദിച്ചിട്ടും ഇനിയും സമ്പാദിക്കണമെന്ന് പറഞ്ഞു നടക്കുന്നവര്. അമേൻ. എന്ത് പ്രയോജനം? സ്വർഗത്തിൽ ചെല്ലുമ്പോ എന്തെങ്കിലും പ്രതിഫലം കിട്ടുമോ? അമേ. കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോ എന്തെങ്കിലും പ്രതിഫലം കിട്ടുമോ? അമ്മേ. കർത്താവിന്റെ നാമത്തിന് വേണ്ടി ചെലവിട്ടാലേ പ്രതിഫലം കിട്ടുകയുള്ളൂ. കർത്താവിന്റെ നാമത്തിന് വേണ്ടി ചെയ്താലേ പ്രതിഫലം കിട്ടുകയുള്ളൂ. സുവിശേഷകർക്ക് വേണ്ടി ചെയ്താലേ പ്രതിഫലം കിട്ടുകയുള്ളൂ. അല്ലാതെ ഇവിടെ സമ്പാദിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യും? അത് അവസാനം ആന്റിക്രൈസ്റ്റിന്റെ കയ്യിലേക്ക് പോവുള്ളൂ. എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആന്റിക്രൈസ്റ്റിന്റെ കയ്യിലേക്ക് എന്ത് ചെയ്യുള്ളൂ? ഇനി എടുക്കപ്പെട്ടോ ഇല്ലോ എന്ന് അപ്പൊ ആ സമയത്ത് അറിയാം. ഇനി എടുക്കപ്പെട്ട് കർത്താവിന്റെ കയ്യിലേക്ക് പോയാൽ ഇത് ആരും ഉപയോഗിക്കും? പറഞ്ഞാട്ടെ, ഇത് ആന്റിക്രൈസ്റ്റിന്റെ കയ്യിലേക്ക് പോകും. അപ്പൊ നമ്മൾ സമ്പാദിച്ചെന്തായി? ഞാൻ പറഞ്ഞ കാര്യം തോന്നുന്നോ? അപ്പൊ എന്ത് ചെയ്യണം? ആ അത്യാഗ്രഹം നമ്മൾ എന്ത് ചെയ്യണം? വിഗ്രഹാരാധനയായ അത്യാഗ്രഹം നമ്മൾ എന്ത് ചെയ്യണം? മാറ്റണം. എന്നിട്ട് പറയാൻ ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങൾ എന്ത് ചെയ്യണം? മരിപ്പിക്കണം. എന്ന് പറഞ്ഞ് ഈ ആഗ്രഹത്തെ ഉപസിച്ചും പ്രാർത്ഥിച്ചും എന്ത് ചെയ്യണം? മരിപ്പിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് ഞാൻ പറഞ്ഞു. ഈ ദൈവനം വായിക്കുമ്പോൾ നമുക്ക് ശുദ്ധീകരണം പ്രാപിക്കാൻ കഴിയുള്ളൂ. നമ്മുടെ കുറവുകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പോലും കഴിയുള്ളൂ. അതിനകത്ത് അതിന്റെ അടുത്ത വായിച്ചേ, 6-ാം വാക്യം വായിച്ചേ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ. കണ്ടോ? അപ്പൊ ഈ സ്വഭാവങ്ങൾ വെച്ചിരുന്നാൽ എന്തുണ്ടാവും? ദൈവകോപം നമ്മുടെ ജീവിതത്തിൽ വരുമെന്ന്. ഇത് ആൾക്കാർക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഈ സ്വഭാവത്തെ നമ്മൾ മരിപ്പിച്ചില്ലെങ്കിൽ, ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവർത്തികൾ എന്ത് ചെയ്യണം? നമ്മൾ മരിപ്പിക്കണം. അതിന് പരിശുദ്ധമായ ശക്തി നമുക്ക് ആവശ്യമാ. കാരണം ദിവസത്തിൽ പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ എന്ത് വരുമെന്ന്? ദൈവകോപം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന്. അപ്പൊ നോക്കിയേ, ഈ വക സ്വഭാവമുള്ളവരുടെ ജീവിതത്തിലേക്ക് എന്താ വരുന്നേ? പറഞ്ഞാട്ടെ, ദൈവകോപമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത താഴ്ചയ്ക്ക് വായിച്ചേ, 8-ാം വാക്യം. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം, കണ്ടോ? ഇവയൊക്കെയും വിട്ടുകളയണമെന്ന്. കണ്ടോ? ആദ്യം പറഞ്ഞു മരിപ്പിക്കണം. ഇപ്പൊ ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ എന്ത് ചെയ്യണം? വിട്ടുകളയണം. എന്തൊക്കെയാണ്? കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം എന്ന് പറയുന്ന ആവശ്യമില്ലാത്ത സംസാരങ്ങള്, ദൈവകൃപയില്ലാത്ത വാക്കുകൾ, ഇതൊക്കെ എന്ത് ചെയ്യണം? വിട്ട് കളയണം. അമേൻ. പണ്ടൊരാള് ഒരു ഫ്ലൈറ്റില് ഒരാൾ ഇരിക്കുക.
അപ്പം അടുത്ത ആളെന്ത് ചെയ്തു, വന്നിട്ട് എന്ത് ചെയ്തു, തൊട്ടടുത്ത് വന്നിരുന്നു. അപ്പൊ ഭയങ്കര സ്മെല്ല്. അപ്പൊ സ്മെല്ല് സഹിക്കാൻ വയ്യാതെ തൊട്ടടുത്തോളം ഇത് എന്തുവാ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഒന്നും കാണാനില്ല. കാരണം അടുത്ത് വന്നിരിക്കാനുള്ള നല്ല കോട്ടും ടൈയൊക്കെ ഇട്ടിട്ട് വന്നിരിക്കണേ. പക്ഷെ ഭയങ്കര സ്മെല്ല്, ഒന്നും മനസ്സിലാവില്ല. പിന്നെ അയാൾക്ക് മനസ്സിലായി ഇദ്ദേഹം എന്താണ്, മുഷിഞ്ഞ സോക്സ് ആണ് എന്ത് ചെയ്തേക്കണേ, ഇട്ടിട്ട് വന്നേക്കണേ. സോക്സ് മുഷിഞ്ഞ് കഴിഞ്ഞാൽ സ്മെല്ല് അറിയാലോ നമുക്ക്, അടുക്കാൻ പറ്റില്ല. അപ്പൊ ഇയാൾക്ക് മനസ്സിലായി ഇതാണെന്ന് മനസ്സിലായി. അപ്പൊ ഇദ്ദേഹത്തിന്റെ കയ്യില് വേറൊരു പുതിയ സോക്സ് ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ബാഗിൽ നിന്ന് പെട്ടെന്ന് ഇദ്ദേഹത്തെ കൊടുത്തിട്ട് പറഞ്ഞേ, നിങ്ങളുടെ സോക്സ് ഒന്ന് പോയിട്ട് എന്തെങ്കിലും മാറ്റിയിട്ട് വരാൻ പറഞ്ഞു. സോക്സ് മാറ്റിയിട്ട് എനിക്കിവിടെ ഇരിക്കാൻ പറ്റില്ല, ഭയങ്കര ദുർഗന്ധാന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം ഈ സോക്സ് മേടിച്ചിട്ട് എന്ത് ചെയ്തു, അപ്പുറത്ത് പോയിട്ട് പുള്ളി എന്ത് ചെയ്തു, സോക്സ് മാറ്റിയിട്ട് ഇവിടെ വന്നിരുന്നപ്പോൾ എന്താണ്, പിന്നെയും ഭയങ്കര സ്മെല്ല്. അപ്പൊ ഇവര് സോക്സ് മാറ്റിയില്ലെന്ന് ചോദിച്ചു. ഞാൻ മാറ്റിന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് ഭയങ്കര സ്മെല്ലാണല്ലോ. അപ്പൊ ആള് പറഞ്ഞു, ഞാൻ സോക്സ് മാറ്റി, പക്ഷെ കോട്ടിന്റെ പോക്കറ്റിൽ എടുത്തിട്ടേക്കാണ് ചേഞ്ച് ചെയ്ത പഴയ സോക്സ് എന്ന് പറഞ്ഞാലേ നമ്മൾ അയ്യോ ഭാവിയെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് അനുഭവിക്കും. പക്ഷെ എന്ത് വിടില്ല. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോഴും കോട്ടിന്റെ പോക്കറ്റിൽ എന്താ എടുക്കുക, പഴയ സോക്സ് കിടക്കുക. അല്ലേ, ഞാൻ അഹരോനെ കുറിച്ച് പറയാറുണ്ട്. അഹരോൻ മിസ്രൈമിൽ നിന്ന് പോകുന്നതേ, എന്നിട്ട് മോശ സീനായി മലയിൽ കയറി പോയി കഴിഞ്ഞ് കൽപ്പലക മേടിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പോ ജനം പറഞ്ഞു, മോശനെ കാണാനില്ല, 10-40 ദിവസമായി, ഞങ്ങളുടെ മുമ്പിൽ നടക്കാൻ ഇപ്പൊ ആരില്ല, ഒരാളില്ല, അതുകൊണ്ട് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണം, കാളക്കുട്ടിയെ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അവിടെ എഴുതി വെച്ചിരിക്കുന്ന അഹരോൻ പറഞ്ഞു, എല്ലാവരും കുറുക്കൊക്കെ പറഞ്ഞു തരാൻ പറഞ്ഞു. എന്നിട്ട് ഇത് ചെയ്തു, അഹരോൻ തീയിലേക്ക് ഇട്ടിട്ട് അതിന് ഭാഷ വരുത്തി എന്ന് പറഞ്ഞ രൂപം വരുത്തി. അപ്പൊ എന്റെ ചോദ്യം, ഈ കാളക്കുട്ടിയെ ഇത്ര വേഗം വാർത്തെടുത്തതിന് രൂപം വരുത്തണമെങ്കിൽ പുള്ളി അതിന്റെ ഡൈയും പഴയ ഉള്ളിയൊക്കെ പുള്ളി പോകലിട്ടാണ് വന്നേക്കണേ. എവിടുന്ന്? മിസ്രമീന്ന് വന്നപ്പോ കാളക്കുട്ടി ഉണ്ടാക്കാനുള്ള ഡൈയും പറഞ്ഞേ രൂപം വരുത്താനല്ല, പുള്ളി പോകലിട്ടു. അതിന് എന്തെങ്കിലും അവസരം വരുമ്പോ നമ്മൾ ഇതേപോലെയാണ്. പഴയ സ്വഭാവത്തെ നമ്മൾ വിട്ടുകളയാത്തത് കൊണ്ടാണ് നമ്മുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടാത്തത്. നമ്മൾ ദൈവത്തെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആരും കുറ്റം പറഞ്ഞില്ല, നമ്മൾ തന്നെ നന്നാവണം. ഭാര്യ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയെയോ മക്കള് അപ്പന്മാരെയൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഭാഗം എന്ത് ചെയ്യണം, നമ്മൾ ക്ലിയർ ആക്കണം. വിട്ടുകളയേണ്ടതിനെ എന്ത് ചെയ്യണം, വിട്ടുകളയണം. മരിപ്പിക്കേണ്ടതിനെ മരിപ്പിക്കണം. ജഡത്തെ നമ്മൾ മരിപ്പിക്കണം. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല എന്ന് റോമാലേഖനം 8-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ജഡത്തിന്റെ പ്രവൃത്തിയെ മരിപ്പിക്കണം. ഈ പാപസ്വഭാവങ്ങൾ എന്ത് ചെയ്യണം, വിട്ടുകളയണം. ആമേൻ. എനിക്ക് ഈ പത്രോസിനെയും ഇഷ്ടം. പക്ഷെ പത്രോസ് ഈ പടകും വലയും വിട്ടിട്ടാണ് ആരെ അനുഗമിച്ചതെന്ന് പറഞ്ഞേ, യേശുവിനെ അനുഗമിച്ചല്ലേ. ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ വിട്ടു എന്ന് പറയുമ്പോഴും ഇത് ആരോ എടുത്ത് മച്ചിന്റെ മുകളിൽ വെച്ചു തോന്നുന്നത്. പത്രോസ് പറഞ്ഞിട്ടാണെന്ന് അറിയില്ല. അതിന്റെ കാരണം യോഹന്നാൻ 21-ാം അധ്യായത്തില് പത്രോസ് എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും പോയി പടകും വല എടുത്തുകൊണ്ട് പോയിന. അപ്പൊ അവിടുന്ന് കിട്ടിയപ്പോ പടകും വല. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ എനിക്ക് ഏലീസനെ വലിയ ഇഷ്ടപ്പെട്ടു. ഏലീസ എന്താ പറയാമോ, അവനെ അഭിഷേകം ചെയ്ത് കഴിഞ്ഞപ്പോ പുള്ളി എന്താണ്, 12 പേർക്ക് ആളെ കൂട്ടുന്ന കലപ്പയൊക്കെ ഉണ്ടായിരുന്നു. പുള്ളി പറഞ്ഞാൽ ഉഴുതുകൊണ്ടിരിക്കുമ്പോഴാണ് നീരെ പുതപ്പ് അവന്റെ മേൽ വീണത്, അഭിഷേകത്തിന്റെ പുതപ്പ്. പുള്ളി എന്താ പറയുമോ, ഞാൻ വീട്ടിൽ പോയിട്ട് വരാൻ പറഞ്ഞു. പുള്ളി എന്താ ചെയ്യുന്ന പറയുമോ, നല്ല തടിപ്പിച്ച കാളക്കുട്ടി അറുത്തിട്ട് ഈ കലപ്പ വെട്ടിപ്പൊളിച്ചിട്ട് എന്ത് ചെയ്തു, തീ കത്തിച്ച് അത് വെച്ചിട്ടാണ് എന്ത് ചെയ്തേ, പാകം ചെയ്തിട്ട് എന്ത് ചെയ്തേ, എല്ലാവർക്കും ഫുഡ് കൊടുക്കും. എന്ന് പറഞ്ഞാൽ ഇനി ഈ പണിക്ക് കലപ്പെടുത്ത് വെച്ചെങ്കിൽ പുള്ളി എന്തെങ്കിലും ചിന്ത വന്നേനെ, ഇതിപ്പം ശരിയായില്ലെങ്കിലും പഴയ പണിക്ക് എന്ത് ചെയ്യാം, ഇത് ഒത്തില്ലെങ്കിൽ പഴയ കലപ്പ എടുക്കാമെന്നെന്ത് ചെയ്യും, ചിന്തിക്കും. അതുകൊണ്ടാണ് വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകുവാനിടയുണ്ട്. പഴയ പാരമ്പര്യത്തെ വിടണം. ചിലരൊക്കെ ഇപ്പോഴും പഴയ പാരമ്പര്യ മഹിമയും, പണ്ട് ഞങ്ങൾ വലിയ പള്ളിയിലായിരുന്നു,
ഞങ്ങൾ ഇപ്പോഴും വലിയ പണ്ട് കുടുംബക്കാരാണെന്നൊക്കെ പറഞ്ഞ് മഹിമ പറയുന്നവരുണ്ട്. ഇവരൊന്നും യഥാർത്ഥമായി മാനസാന്തരപ്പെട്ടിട്ടില്ല, ഇവരൊന്നും ചത്തിട്ടില്ല. ഞാൻ പറഞ്ഞ കാര്യമൊക്കെ മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ക്രിസ്തുവിലായാൽ എന്തായി? പുതിയ സൃഷ്ടിയായി, പഴയത് കഴിഞ്ഞു പോയി. ആമേൻ. ഞാൻ അധികരിക്കാം. ഇനി താഴത്തുനിന്ന് പറഞ്ഞ അടുത്ത വാക്യം വായിച്ചേ, 9-ാം വാക്യം. 9. അന്യോന്യം. അപ്പൊ ഇവിടെ പറയണ അന്യോന്യം എന്ത് ചെയ്യരുത്? ബോഷ്ക്ക് പറയരുത്, സത്യം മാത്രമേ പറയാവൂ, നുണ പറയരുതെന്ന്. വായിച്ചോ. നിങ്ങൾ പഴയ മനുഷ്യനെ കണ്ട അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളയണമെന്ന്. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ, ഒരു കറുത്ത പശുവിനെയും വെളുത്ത പശുവിനെയും തോല് ഉരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ തിരിച്ചറിയാൻ പറ്റുമോ? ഷിബു, തൊലി ഉരിഞ്ഞു കഴിഞ്ഞാൽ അത് വെളുത്ത പശുവായിരുന്നോ കറുത്ത പശുവായിരുന്നോ തിരിച്ചറിയാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും അറിയില്ല. പിന്നെ ഒറ്റ കളർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഇതേപോലെ നമ്മൾ പഴയ മനുഷ്യനെ എന്ത് ചെയ്യണം? അവന്റെ പ്രവർത്തികളോടുകൂടെ എന്ത് ചെയ്യണം? ഉരിഞ്ഞു കളയണം. ആമേൻ. ഇതുകൊണ്ടാണ് ഇന്ന് ആത്മീയബോധത്തിൽ എന്തുകൊണ്ട് ഈ തമ്മിത്തല്ലും വഴക്കും വക്കാണവും ഒക്കെ നടക്കുന്നതിന്റെ കാര്യം എന്താ? ഇതിന്റെ കാര്യം ആ പഴയ മനുഷ്യനെ അവന്റെ പ്രവർത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞിട്ടില്ല. ഇന്നിപ്പോ രാഷ്ട്രീയത്തിൽ മത്സരിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കല്ലേ സ്ഥാനാർത്ഥികളാക്കിയിട്ട്. ഇപ്പൊ 2 സ്ഥാനാർത്ഥികൾ, പെന്തക്കോസ്ത് സ്ഥാനാർത്ഥികൾ വന്നിട്ടുണ്ട്. കണ്ടോ, ഭയങ്കരമായ ദുരന്തമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയ രാഷ്ട്രീയം വിട്ടുകൊണ്ട്, എന്റെ അപ്പനൊക്കെ പഴയ രാഷ്ട്രീയം വിട്ട് മാർക്സിസ്റ്റ് പാർട്ടി വിട്ട് വന്ന ആളാ. എന്റെ രണ്ടാമത്തെ ചേട്ടന് കൊടി പിടിക്കാൻ പോയിരുന്ന ആളാ. അതൊക്കെ വിട്ട് ഈ വിശ്വാസത്തിൽ വന്നിട്ട് ഇനി തിരിച്ചവരെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നു പറഞ്ഞാൽ ഇതിലും വലിയ ചതി വേറെ ഉണ്ടോ? ആദിമ പിതാക്കന്മാര്, ഭൂരിഭാഗം പിതാക്കന്മാരൊക്കെ പഴയ രാഷ്ട്രീയം വിട്ട് യേശുവിനെ സ്നേഹിച്ചു വന്നവരാണ്. യേശുവിനെ പ്രസംഗിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചവരാണ്. നമ്മെ വിളിച്ചത് രാഷ്ട്രീയം പ്രസംഗിക്കുവാനല്ല, യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാനാണ്. കാരണം ഉലകത്തിലെ ഒരു നേതാക്കന്മാരും മരിച്ച് ജീവിച്ചിട്ടില്ല, ഉയർത്തെഴുന്നേറ്റിട്ടില്ല. നമ്മുടെ യേശു ക്രിസ്തു മാത്രമേ മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ഒരു നേതാവുണ്ടെങ്കിൽ നമ്മുടെ യേശു കർത്താവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ ജീവനുള്ള, ഇന്ന് ജീവിക്കുന്ന ദൈവമായ നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെ ഊറ്റിത്തന്നവരായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് നമ്മൾ പ്രസംഗിക്കേണ്ടത്. അവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനാണ് യേശു നമ്മളെ തെരഞ്ഞെടുത്തത്. മരിച്ചു മൺമറഞ്ഞു പോയ നേതാക്കന്മാരെ കുറിച്ച് പറയാനല്ല, നശിച്ചു പോകുന്ന പ്രസ്ഥാനത്തെ കുറിച്ച് അവൻ ജീവൻ കൊടുക്കാനല്ല നമ്മളെ വിളിച്ചത്. അവൻ സാക്ഷാൽ ജീവനാകുന്ന, നിത്യജീവനെ തന്ന യേശുവിന് വേണ്ടിയാണ് നമ്മൾ ജീവൻ കൊടുക്കേണ്ടത്. ആമേൻ. ദൈവം എന്തായാലും ഈ പെന്തക്കോസ്തിൽ നിന്ന് വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി നിൽക്കുന്ന ഒരു തലമുറയെ ഈ കാലഘട്ടത്തിൽ നിശ്ചയമായും കർത്താവ് എഴുന്നേൽപ്പിക്കും. പലരിലേക്ക് പലരും പിന്തിരിഞ്ഞു പോകുമ്പോൾ വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി, കർത്താവിന് വേണ്ടി അവസാനത്തോടെ രക്തം വരെ ഊറ്റി തന്ന കർത്താവിന് വേണ്ടി ജീവൻ വെച്ചുകൊടുക്കുവാൻ തയ്യാറുള്ള ഒരു കൂട്ടം തലമുറകളെ ദൈവം ഈ നാളുകളിൽ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം, നമ്മൾ കർത്താവിന് വേണ്ടി ശക്തമായിട്ട് നിൽക്കണം. ജീവൻ വെച്ചു കൊടുക്കേണ്ടി വന്നാലും പൗലോസ് പറഞ്ഞതുപോലെ കച്ചതയ്ക്കോ ആപത്തിനോ പട്ടിണിക്കോ ഇപ്പോഴും വരുവാനുള്ളതിനോ മരണത്തിലെ ജീവനോ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിപ്പാൻ കഴിയത്തില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ പൈതലെ, കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തതോർത്താൽ, കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ചതോർത്താൽ, നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടതോർത്താൽ, നമുക്ക് വേണ്ടി അവൻ മരിച്ചതോർത്താൽ നമുക്ക് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. അവന്റെ സൽഗുണങ്ങളെ നമ്മൾ ഓർപ്പിക്കും. എന്ത് പ്രശ്നം വന്നാലും, എന്ത് പ്രതികൂലം വന്നാലും കർത്താവിനായിട്ട് നമ്മൾ പിന്മാറുകയില്ല. യേശുവിന്റെ രക്തത്താലും വരത്താലും ജയമെടുക്കുകയാണ്. ആമേൻ. പ്രശ്നങ്ങൾ വരും. കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചവനാണ്. ഒരു വിശ്വാസിക്ക് പ്രശ്നമുണ്ടെന്ന് കർത്താവ് പഠിപ്പിച്ചു. കഷ്ടതയുണ്ടെന്ന് പഠിപ്പിച്ചു.
പക്ഷേ കഷ്ടതയിൽ സഹിച്ചെടുപ്പാൻ വേണ്ടതായ ദൈവകൃപ കർത്താവ് നമ്മുടെ മേൽ പകരും. കാരണം കഷ്ടതയെ ജയിച്ച നാഥനാണ് നമ്മളോട് കൂടിയുള്ളത്. അതേ പാതാളത്തെ ജയിച്ചവൻ, മരണത്തെ ജയിച്ചവൻ, ലോകത്തെ ജയിച്ചവൻ, കഷ്ടതയെ ജയിച്ചവൻ, പിശാചിനെ ജയിച്ചവൻ, ആ നാഥനാണ് നമ്മളോട് കൂടെയുള്ളത്. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് മുന്നേറാം. അതേ വിശ്വാസത്തിന്റെ നായകരും പൂർത്തി വരുത്തുന്നവരുമായ കർത്താവാണ് നമ്മളെ കർത്താവ്. അതുകൊണ്ട് ആ കർത്താവിനെ ആരാധിക്കുന്ന, അവനെ സേവിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, അവൻ നിന്നെ തനിച്ചവൻ വിടത്തില്ല. അവനെ നിന്നെ ഒടുങ്ങിപ്പോകുവാൻ അനുവദിക്കത്തില്ല. അവസാനത്തോളം നമ്മളെ ഉറപ്പിച്ച് നിർത്തുവാൻ അവൻ സർവശക്തനായ ആമേൻ. നമ്മൾ പ്രമാണത്തിന് വേണ്ടി നിന്നാൽ മതി. നമ്മൾ വചനത്തിന് വേണ്ടി നിൽക്കണം, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കണം, വേർപാടിന് വേണ്ടി നിൽക്കണം, ഉപദേശത്തിന് വേണ്ടി നിൽക്കണം, പ്രമാണത്തിന് വേണ്ടി നിൽക്കണം. അതേ നമുക്ക് കർത്താവിന് വേണ്ടി പകരം കൊടുക്കാനുള്ളൂ. ആത്മാക്കളെ നേരെ ഇതൊക്കെ നമുക്ക് പകരം കൊടുക്കാനുള്ളൂ. വേറെ എന്താണ് പകരം കൊടുക്കാനുള്ളത്? വേറെ നമുക്ക് നമ്മുടേതായ വേറെ ഒന്നും കൊടുക്കാനില്ല. നമ്മളെ തന്നെയാണ് കർത്താവിന് കൊടുക്കേണ്ടത്. അമ്മ ഞാൻ മടങ്ങി വരികയാ. അമ്മ അടുത്ത വാക്യം വായിച്ചാട്ടെ. 9-ാം വാക്യം വായിച്ചു. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു. അടുത്തത്, തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. ആമേൻ. അപ്പൊ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞിട്ട് എന്ത് ചെയ്യണം? പുതിയ മനുഷ്യനെ ധരിക്കണം. ആ ധരിക്കാനുള്ള കാര്യങ്ങളാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ആമേൻ. നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. എന്നിട്ട് എന്ത് ചെയ്യണം? റോമാലേഖനം 6:10-11 വായിച്ചേ. റോമാലേഖനം 6:10-11. റോമാലേഖനം 6:10-11. അപ്പൊ യേശു ക്രിസ്തുവിനെ കുറിച്ച് ജീവിക്കുന്നു, ദൈവത്തിന് ജീവിക്കുന്നു. അടുത്തത്, ഔവണ്ണം നിങ്ങളും സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ പാപസംബന്ധമായി മരിച്ചവരെന്നും. കണ്ടോ? രക്ഷിക്കപ്പെട്ടപ്പോൾ പാപസംബന്ധമായി മരിച്ചു. സ്നാനപ്പെട്ടപ്പോൾ നമ്മൾ ഉയർത്തെഴുന്നേറ്റ് തുല്യമായി. ഇനി എന്ത് ചെയ്യണം? ആ 12-ാം വാക്യം വായിച്ചേ. ആ പാപസംബന്ധമായി മരിച്ചവരെന്നും. കണ്ടോ? ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ. ഇതൊക്കെ മനസ്സിന്റെ അകത്ത് ഉണ്ടാകേണ്ട കാര്യങ്ങളാണത്. ഞാൻ പറഞ്ഞത് കണ്ടോ? നമ്മുടെ ഹൃദയത്തിന്റെ അകത്താണ് പിശാച് എന്ത് ചെയ്യുന്നത്? ഈ കോട്ടകളെ കെട്ടുന്നത്. സങ്കല്പങ്ങളും ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന ഉയർച്ചകളെ നമ്മൾ ഇടിച്ചു കളയണം. നമ്മുടെ ഹൃദയം നമ്മൾ ഉറപ്പിച്ചാൽ, വചനപ്രകാരം നമ്മൾ ഉറപ്പിക്കണം. പിശാച് ഹൃദയത്തിലാണ് ഈ ചിന്തകളും കോട്ടകളൊക്കെ കൊണ്ടുവരുന്നത്. വെറുതെ ഇരുന്ന് നമ്മളിങ്ങനെ സങ്കല്പിക്കുക, അങ്ങനെയാവും, ഇങ്ങനെയാകും, അത് ചെയ്യും, ഇത് ചെയ്യും, അങ്ങനെ സംഭവിക്കും. ഇതൊക്കെ പിശാചാണ്. കർത്താവ് എന്ത് പറഞ്ഞു? പാമ്പുകളും വെളുകളെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. അവ നിങ്ങൾക്ക് ഒരു നാളും ഒരു ദോഷവും ചെയ്തില്ല. കർത്താവല്ലേ പറഞ്ഞേ? അത് നമ്മളൊന്ന് ഏറ്റെടുക്കണം. അതൊന്നും നമ്മൾ വിശ്വസിക്കണം. എന്റെ കർത്താവ് എന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് പിശാചിന്റെ ഒരു പദ്ധതി നടക്കത്തില്ല. ദൈവം എന്നോട് പറഞ്ഞ വാക്തത്വം അത് എത്ര താമസിച്ചാലും അത് തന്നെ നടക്കത്തുള്ളൂ. ദൈവപ്രവൃത്തി മാത്രമേ എന്റെ ജീവിതത്തിൽ വെളിപ്പെടുകയുള്ളൂ. എനിക്കറിയാവുന്ന ഒരാള്, അദ്ദേഹം എപ്പോഴും അവരുടെ വായിൽ എപ്പോഴും എന്താ പറയാമോ, അവര് മന്ത്രവാദം ചെയ്യുന്നു, ഇവര് മന്ത്രവാദം ചെയ്യുന്നു. എപ്പോഴും വായെടുത്തതാ പറഞ്ഞുകൊണ്ടിരിക്കുള്ളൂ. അപ്പൊ പിശാചിനാണ് നമുക്ക് കൂടുതൽ വിശ്വാസം. അപ്പൊ ദൈവം നമ്മുടെ കൂടെ ഇല്ലേ? ആ വിചാരം ഇസ്രായേലിന് ഭരിക്കില്ല. ലക്ഷണഗതി യാക്കോബിനോട് ഭരിക്കത്തില്ല ബൈബിൾ പറയുമ്പോ നമ്മൾ പിശാചിന്റെ വാക്കാണ് കൂടുതൽ വിശ്വസിക്കുന്നത്. നമ്മൾ പറയുന്ന ഒരു ആവിചാരത്തിനും ഒരു മന്ത്രവാദത്തിനും എന്നെ തകർത്ത് കളയാൻ കഴിയത്തില്ല. അതിന്റെ കാരണം എന്താണ്? മഹത്വത്തിന്റെ പ്രത്യാശയ ക്രിസ്തു എന്റെ അകത്താണ് ഇരിക്കുന്നത്. ഇത് നമ്മൾ വിശ്വസിച്ച് പറയണം. നമ്മൾ നിരാശയുടെ വാക്ക് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്നെ ഇടയ്ക്കിടയ്ക്ക് പറയും, ഒരു തേങ്ങയില്ല ഇവിടെ, ഒരു തേങ്ങ ഇവിടെ ഇല്ലാന്ന് പറയും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒറിജിനൽ തേങ്ങ തീർന്നു. അപ്പൊ അവളും പറഞ്ഞു ഒരു തേങ്ങയില്ല. ഞാൻ പറയും ഇത് തന്നെയാ, നീ എന്നെന്താ പറയണേ? എന്നെന്താ പറയണേ? ഒരു തേങ്ങയില്ല ഇവിടെ.
നീ അത് പറഞ്ഞാൽ ഒരു തേങ്ങ ഉണ്ടാവില്ല. നിന്റെ കൊച്ചു നന്നാവില്ല എന്ന് പറഞ്ഞാൽ നിന്റെ കൊച്ചു നന്നാവില്ല. കാരണം നാവിന്റെ അധികാരത്തിൽ മരണവും ജീവനും ഇരിക്കുന്നു. അതിലിഷ്ടപ്പെടുന്നവൻ അതിന്റെ ഫലം അനുഭവിക്കും. അതിന്റെ ഫലം അതിനെ കിട്ടുള്ളൂ. എന്റെ കൊച്ചു അനുഗ്രഹിക്കപ്പെടുന്നു പറയണം, എന്റെ ഭർത്താവ് അനുഗ്രഹിക്കപ്പെടുന്നു പറയണം. അല്ലെ ഒരിക്കലും നന്നാവില്ല, ഗുണം പിടിക്കുക, കഴിവ് പറഞ്ഞ എന്തൊക്കെ പറഞ്ഞറിയാമോ? നിന്റെ കൊച്ചു പറഞ്ഞതിനെ പോലെ ഇരിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ കഴുതിനെ കൂട്ടി ഉണ്ടാവുള്ളൂ. നീ എന്ത് പറയണോ അത് നിന്റെ കൊച്ചിനുണ്ടാവും. കാരണം നമ്മളിത് വിതച്ചിട്ടേക്കുക. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവുന്നുണ്ടോ? നമ്മളെന്ത് പറയണം? എന്റെ കൊച്ചു അനുഗ്രഹിക്കപ്പെടും. പോസിറ്റീവ് വാക്ക് മാത്രമേ പറയാവൂ. എന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, എന്റെ ഭർത്താവ് വിടിവിക്കപ്പെടും, എന്റെ കുഞ്ഞുങ്ങൾ വിടിവിക്കപ്പെടും. അല്ലാതെ ഒരിക്കലും നന്നാവില്ലെന്ന് പറയരുത് ഞങ്ങൾ നാവെടുത്ത്. അതൊക്കെ തന്നെ ഗുണം പിടിക്കാത്തത്. നമ്മൾ ഗുണമില്ലാത്ത വാക്ക് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഗുണം പിടിക്കും വിചാരിക്കണ്ട. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സൂക്ഷിക്കണം. കാരണം നമ്മൾ ആരുടെ നാവാണ്? കർത്താവിന്റെ നാവാണ്. നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എന്റെ വായ് പോലെയാവുന്ന കർത്താവ് പറഞ്ഞേ. അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെടുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും, ശപിക്കാതെ അനുഗ്രഹിപ്പീൻ. കണ്ടോ? അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് പറയണം? പറഞ്ഞാട്ടെ, ഞാൻ പഠിച്ച് നല്ല നിലയിലെത്തും. നിരാശ വാക്കും വേണ്ട. കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. നമുക്കാണ് ഇതൊക്കെ അസാധ്യമായിട്ടുള്ളൂ. കർത്താവിന് ഏത് വഴിയും എത്ര ലക്ഷം രൂപ വേണോ നമുക്ക് പഠനത്തിന് നമ്മളെ കുറിച്ച് ഒരു പദ്ധതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എത്ര നന്മ വേണമോ ദൈവം വഴികളെ നിശ്ചയമായിട്ട് തുറന്നിരിക്കും. അതിലൊരു തർക്കമില്ല. നമ്മൾ വചനപ്രകാരം ഒരുക്കപ്പെട്ടെങ്കിൽ ജീവിച്ചാൽ മതി. കൃത്യമായിട്ട് പ്രാർത്ഥിച്ചും കർത്താവിന്റെ കാര്യങ്ങൾ നോക്കിയും ആരാധനയും പ്രാർത്ഥനയൊക്കെ മുടക്കാതെ വന്ന് കൃത്യമായിട്ട് ദൈവത്തിന് വേണ്ടി ജീവിച്ചു നോക്കിയേ നമ്മുടെ നന്മയ്ക്ക് ഒരു മുടക്കം വരില്ല. ഞാൻ ഉറപ്പ് പറയണം, ഞാനത് അനുഭവിച്ച ആളാണ് പറഞ്ഞത്. 22 വർഷമായിട്ട് കർത്താവിന്റെ വേല നിൽക്കുകയാണ്. കർത്താവ് അത്ഭുതകരമായിട്ട് ഇതുവരെ ചെയ്തു. നടത്തി, ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മെ വഴി നടത്തുവാൻ അവൻ സർവശക്തനായ ദൈവമാണ്. കാരണം നമ്മൾ സേവിക്കുന്ന ദൈവം ജീവനില്ലാത്ത ദൈവമല്ല. ജീവനുള്ള ദൈവത്തെയാണ്, നമ്മുടെ ഹൃദയത്തിലെ വേദനകളും ഭാരങ്ങളും പ്രയാസങ്ങളും അറിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കർത്താവിന് വേണ്ടി നിന്നാൽ കർത്താവ് നമുക്ക് വേണ്ടി വഴികളെ തുറക്കുവാനിടയാകും. നിങ്ങൾ എന്ത് ചെയ്യണം? സ്തുതിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പഠിച്ചു. അതിരപരന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. എല്ലാത്തിനും സ്തോത്രം ചെയ്യണം. കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചതിനായ സ്തോത്രം, എന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചതിനായ സ്തോത്രം, എനിക്ക് ഇന്ന കാര്യങ്ങൾ തന്നതിനായ സ്തോത്രം, അന്നങ്ങൾ ആഹാരം തന്നതിനായ സ്തോത്രം, കുഞ്ഞുങ്ങളുടെ ഭാവി കർത്താവ് അനുഗ്രഹിച്ചതിനായ സ്തോത്രം, എന്റെ ജോലി കാര്യത്തിൽ കർത്താവ് പ്രവർത്തിച്ചതിനായ സ്തോത്രം. ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും സ്തോത്രം പറയണം. ഇന്ന് രാവിലെ ഞാൻ 3:45 എഴുന്നേറ്റ് പ്രാർത്ഥിച്ചതാ. നിങ്ങളെല്ലാവരും പേര് ഓരോരുത്തരുടെയും കുടുംബങ്ങളെയും പേര് ഓരോരുത്തരുടെയും പേരുകൾ പറഞ്ഞ് നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ച് ദൈവത്തിൽ സമർപ്പിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേക്കുന്നത്. ആമേൻ. കാരണം എബ്രായ ലേഖനം എങ്ങനെ പറഞ്ഞു വായിച്ച്? എബ്രായ ലേഖനം 13-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം വായിച്ച്. എബ്രായ ലേഖനം 13:17. കാരണം എന്റെ അപ്പം അവിടെ ആദ്യം വിശ്വാസികളോട് പറഞ്ഞു, നിങ്ങളെ നടത്തുന്നവരനുസരിച്ച് കീഴടങ്ങിയിരിക്കും എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അതായത് ഇപ്പൊ നിങ്ങളെ നടത്തുന്നത് ഞാനാ, അല്ലെ പാസ്റ്ററാ. അപ്പൊ ഞാൻ ഈ ദൈവം തന്ന ഈ ആലോചനകൾ പറയുമ്പോൾ എന്ത് ചെയ്യണം? ഈ വചനം എന്ത് ചെയ്യണം? അനുസരിക്കണം. കഴിവതും സമയം ഉണ്ടെങ്കിൽ നേരത്തെ വരണം. 8 മണിക്കാണ് നമുക്ക് പ്രേയർ. അതുകൊണ്ടാണ് നമ്മൾ നേരം വൈകി പോകുന്നത്. ഞാൻ നിങ്ങളുടെ അനുഗ്രഹത്തിനാണ് പറഞ്ഞത്. ഞാൻ നേരത്തെ വന്നാൽ എനിക്ക് അനുഗ്രഹം കിട്ടും. നിങ്ങൾ നേരത്തെ വന്നാൽ കർത്താവ് ഇങ്ങനെ നോക്കും നമ്മൾ എപ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് വരുന്നത്. ഇപ്പൊ അല്ല ജോലിയുണ്ട്, നേരം വൈകി വരികയാണ്, ഓക്കെ, അതൊക്കെ ഒരു റീസൺ ഉണ്ട്. ചുമ്മാ വീട്ടിലിരുന്നിട്ട് എന്ത് ചെയ്യരുത് പറഞ്ഞാട്ടെ. അതൊക്കെ ഒരു പിശാചിനെ തന്നത്. നമ്മൾ അനുഗ്രഹിക്കപ്പെടാതിരിക്കാൻ പിശാജ് ചെയ്യുന്ന കാര്യമാണത്. ഞാൻ പറയാനുണ്ടോ? ഞാൻ എന്നാള് മീറ്റിങ്ങിന് പോയി ഞാൻ പറഞ്ഞെന്നറിയില്ല. അവരെന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, പക്ഷേ 10 മണിക്ക് മീറ്റിംഗ് എന്ന് പറഞ്ഞു. ഞാൻ 9:50 അവിടെ എത്തി. ഞാൻ ചെന്നപ്പോ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, പക്ഷേ എന്നോട് 10 മണിക്കെന്നല്ലേ മീറ്റിംഗിന് പറഞ്ഞേ? അപ്പൊ പാസ് പറയാ, ഇവിടെ 10:30 മീറ്റിംഗ് ഉണ്ടെങ്കിൽ 10 മണിക്ക് എന്ന് പറഞ്ഞാലാണ് ആൾക്കാർ 10:30 എത്തുള്ളൂ. അവിടെ 10:30 മീറ്റിംഗ്, അപ്പൊ 10 മണിക്കെന്ന് പറഞ്ഞാലാണ് 10:30 ആൾക്കാർ എത്തുള്ളൂ. ഇവയൊക്കെ എങ്ങനെ അനുഗ്രഹം പ്രാപിക്കാനാണ്? ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്ന എന്ത് ചെയ്യണം? കൃത്യസമയത്ത് നിങ്ങൾ നോക്കി. അതുകൊണ്ടൊക്കെ കർത്താവ് എന്നെ സഹായിക്കുന്നത്. ഞാൻ എവിടെ മീറ്റിങ്ങിന് പോയാലും, ഇപ്പൊ മാരേക്കല് അവിടെ കൺവെൻഷന് പോയി, 6 മണിക്ക് പാട്ട് തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് നോട്ടീസ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനവിടെ 6:01 2-3 മിനിറ്റ് മുമ്പ് അവിടെ എത്തി.
ഞാൻ അവിടെ ചെന്നപ്പോ ഞാനാ വന്നത് ഫസ്റ്റ്. പക്ഷെ അതൊന്നും അറിയാമോ, എനിക്ക് എന്റെ സ്വഭാവം മാറ്റാൻ പറ്റില്ല. കർത്താവിനെ പഠിപ്പിച്ച കാര്യം അതാണ്. കൃത്യസമയത്ത് കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ട് കൃത്യസമയത്ത് ആരാധനയ്ക്കോ കർത്താവിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യണം, ചെല്ലണമെന്ന് കർത്താവിനെ പഠിപ്പിച്ച കാര്യമാണ്. അത് രണ്ട് കാര്യമുണ്ട്. ഒന്ന് അപ്പന്റെ ഗുണമാണ് കൃത്യത എന്ന് പറയുന്നത്. അപ്പനെന്നറിയോ, ബസ് കയറാൻ നമ്മുടെ വീട് ചാലാമടത്താണ്. അപ്പൊ മാരാക്കിൽ വളവ് കഴിഞ്ഞ് വണ്ടി ഓണടിക്കുമ്പോൾ കുറച്ചുകൂടി അങ്ങ് മാറി ഓണടിക്കുമ്പോൾ എന്ത് ചെയ്യും, വീട്ടിൽ കേൾക്കാം. അമ്മയുടെ പോകാന്ന് പറഞ്ഞാൽ ഓണടി കേൾക്കുമ്പോഴാണ് അമ്മ വീട്ടിൽ നിന്ന് ഓടി കൊടുക്കും. പക്ഷെ അപ്പൻ നേരെ തിരിച്ചാ. അപ്പൻ 15 മിനിറ്റോ 10 മിനിറ്റോ മുമ്പ് എന്ത് ചെയ്യും, എവിടെ പോയിരിക്കും, ബസ് സ്റ്റോപ്പിൽ പോയിരിക്കും. പോകുമ്പോ ഇപ്പൊ ഇന്ന് നാളത്തേക്ക് പോകണമെങ്കിൽ നാളത്തേക്കുള്ള എല്ലാ സാധനങ്ങളും തലേ ദിവസം തന്നെ എല്ലാം ഒതുക്കി ബാഗിൽ ഒതുക്കി പുളി വെക്കും. രാവിലെ ഒക്കെ കുളി പരിപാടി മാത്രമേ ഉള്ളൂ. കുളിക്കുന്നു, 10 മിനിറ്റ് മുമ്പ് ബസ് സ്റ്റോപ്പിൽ എത്തും. ഇതാണ് അപ്പന്റെ സ്വഭാവം. ആ ഒരു ഗുണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അമ്മയുടെ ഗുണം എന്ന് പറഞ്ഞാൽ സുവിശേഷ വേലയിൽ ഭയങ്കര ധീരവനിതയായിരുന്നു. ആത്മീയ കാര്യത്തില് അമ്മ ധീരവനിതയായിരുന്നു എല്ലാ കാര്യത്തിലും. അപ്പൊ ആ ഗുണം കൂടി എന്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ മിക്സ് ആയിട്ട് കിട്ടിയോണ്ടാണ് ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്യാണ്, നമ്മളെ സഹായിക്കുക. നിങ്ങൾ ചെയ്തു നോക്കിയേ. ഞാൻ നിങ്ങളുടെ അനുഗ്രഹം പറയുന്നേ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഒരാൾ നേരം വൈകിയാലും നമ്മളോട് പ്രാർത്ഥന നടക്കും. അപ്പൊ എനിക്കത് സാധിക്കുന്നില്ല. പക്ഷെ നിങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് ഇത് പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണോ അത് കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈശ്വരയോട് നിന്ന് നമ്മൾ ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കണം. നമ്മുടെ തലമുറകളൊക്കെ കർത്താവിനെ നിൽക്കണം. നമ്മുടെ തലമുറകൾ ശുശ്രൂഷ പ്രാപിക്കണം. അവർ കൃപകൾ പ്രാപിക്കണം, കൃപാവരങ്ങൾ പ്രാപിക്കണം. അവർ പ്രവചന ശുശ്രൂഷകൾ ചെയ്യണം. എന്റെ വലിയൊരു ആഗ്രഹമാണ്. അന്ത്യോക്യ സഭയിൽ നിന്നാണ് പ്രവാചകന്മാരുടെ ഒരു ഗണം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ സഭയിൽ നിന്ന് വേണം നമ്മുടെ തലമുറകൾ അവരെ ശുശ്രൂഷ ചെയ്യുന്നവരായി എഴുന്നേൽക്കണം. അനേകരെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അയക്കുന്ന ഒരു സഭയായിട്ട് മാറണം. അതെ, നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയാകും. അമ്മ സമയം മുന്നോട്ട് പോയി. കർത്തൃമേശ ഉണ്ടല്ലോ. അമ്മ ആ ഭാഗം ഒന്ന് വായിച്ച് അവസാനിപ്പിച്ചായിട്ട് താഴത്തേക്ക് വായിച്ചാട്ടെ. ആ അയ്യോ, കണ്ടോ. അപ്പൊ ദൈവമക്കൾ അല്ലെങ്കിൽ വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി, ആടുകളുടെ ആത്മാക്കൾക്ക് വേണ്ടി ദൈവദാസന്മാർ ജാഗരിക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും പ്രാർത്ഥിക്കുകയും മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടതായ ഫുഡ്. ഇടേന്റെ കയ്യിൽ എന്തുണ്ട്, ഒരു വടി ഒരു കോലും ഉണ്ട്. എന്തിനാ വടിയും കോലും? കോലെന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റ് ഉള്ളതാ, വടി ചെറുതായിരിക്കും. ഈ വടി കോലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞിരിക്കും. അതെന്തിനു വേണ്ടിയാണ്? ആ ആടുകൾക്ക് ഫുഡ് എന്ത് ചെയ്യാനാ, പറിച്ചു കൊടുക്കാൻ അല്ലെ. കമ്പൊക്കെ പിടിച്ച് താഴ്ത്തിയിട്ട് ആടിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയാണ് ഈ കോലെന്ന് പറയുന്നത്. മനസ്സിലായോ? പിന്നെ വടി എന്താണ്? ആടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോയാൽ നല്ല അടി കൊടുത്തിട്ട് എന്ത് ചെയ്യണം, കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാനാണ് വടി. അതാണ് ഈ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു പറയുന്നത്. അപ്പൊ ഒരു ഇടയൻ എന്ത് വേണം? ഫുഡും കൊടുക്കണം. പറഞ്ഞാട്ടെ, തെറ്റ് കാണിച്ചാൽ എന്ത് ചെയ്യണം? ആ അടിയും കൊടുക്കണം. അതാണ് ഈ വചനത്തിലുള്ള ഈ ഇത് കർത്താവ് നമ്മളെ പഠിച്ചുകൊണ്ടിരിക്കുക. ഉണ്ടോ? അപ്പൊ നമ്മുടെ കുറവുകളെ വെളിപ്പെടുത്തുന്നതാണ് ഈ അടി എന്ന് പറയുന്നത്. അപ്പൊ നമ്മളത് കേൾക്കുമ്പോഴാണ് പാസ്റ്റർ പ്രാകാതെ എന്ത് ചെയ്യണം, അത് നമ്മൾ ഏറ്റെടുക്കണം, അനുസരിക്കണം. എന്നിട്ട് അനുസരിച്ചിട്ട് പ്രാർത്ഥിച്ച് അനുസരിച്ചിട്ട് അടുത്ത ആഴ്ച വരണം. അപ്പൊ അത് അനുസരിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഇത് പകർത്തി കഴിയുമ്പോൾ അടുത്ത വചനങ്ങൾ എന്ത് ചെയ്യും, ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. ഇങ്ങനെ ഓരോ ദിവസം എന്ത് ചെയ്യണം, ഓരോ ആഴ്ചകളിലും കേൾക്കുന്ന വചനങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. എന്നിട്ട് താഴത്ത് അതിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രതരും എന്നില്ല, ബർബരൻ ശകൻ ദാസൻ സ്വതന്ത്രൻ എന്നുമില്ല, ക്രിസ്തുവത്രേ എല്ലാവരിലും എല്ലാമാകുന്നു. അമേൻ. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളെല്ലാവരും ഈ വചനങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ അനുസരിക്കണം. എല്ലാവരും ദിവസത്തിൽ നമ്മെ തന്നെ ധരിപ്പിച്ചു കൊടുത്താട്ടെ. എല്ലാവരും കണവർക്കാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അമേ വചനത്തിന്റെ മുമ്പിൽ സമർപ്പിച്ച് അമേൻ ഇപ്പോൾ മോളിയമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. Hallelujah, hallelujah, hallelujah. Lord Jesus, hallelujah, hallelujah. Amen, Jesus.